ശങ്കർ രാമപുരം. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു 85 മോഡൽ മാരുതി 800 ഓൾഡ് മോഡലിനെ 2010 മോഡൽ MDFI മോഡലിലോട്ട് കൺവെർഷൻ ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ വർക്കിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു വീഡിയോ വർക്കിൻ്റെ ചെയ്യുന്നത്. ഇതൊരു കാർബേറ്റർ മോഡൽ വണ്ടിയാണ്. 40 വർഷത്തെ പഴക്കമുണ്ട്. ഈ ഡിസംബർ ആകുമ്പോൾ 40 വർഷത്തെ പഴക്കമുണ്ട്. ഈ വണ്ടിയെ 2010 മോഡൽ ലേറ്റസ്റ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയിലോട്ട് മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. ഈ വണ്ടിയുടെ എഞ്ചിനും ഗിയർ ബോക്സും എല്ലാം ഒറിജിനൽ തന്നെ നിലനിർത്തിക്കൊണ്ട്, ഹെഡും എല്ലാം ഒറിജിനൽ നിലനിർത്തിക്കൊണ്ട് ഇതിനെ പുതിയ മോഡൽ MDFI മോഡലിലോട്ട് കൺവെർഷൻ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഇതിനുവേണ്ടി ECM, മാനിഫോൾഡ്, ത്രോട്ടൽ ബോഡി, വയറിംഗ് കിറ്റ്, ഫ്യൂൽ പമ്പ്, ഡിസ്ട്രിബ്യൂട്ടർ, ഇങ്ങനെ ഏകദേശം ഒരു 50ഓളം സ്പെയർ ഇതിനു വേണ്ടി പുതിയ മോഡലിലോട്ട് അപ്ഡേഷൻ ചെയ്യേണ്ടി വരും. പിന്നെ വയറിംഗ് കിറ്റ് മാറണം, ഡാഷ്ബോർഡ്, ഫ്യൂൽ ടാങ്ക്, ഇങ്ങനെ എല്ലാ ഇതിലും പുതിയ മോഡലിന്റെ അപ്ഡേഷൻ വേണ്ടി വരും. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ്. ഇത് പൂർത്തിയാക്കിയതിന് ശേഷം ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഓൾഡ് മോഡൽ SSIT 2010 മോഡൽ MDFI സിസ്റ്റത്തിലോട്ട് കൺവെർഷൻ ചെയ്ത് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ ഓടിച്ചൊക്കെ നോക്കി. ഏകദേശം 500ഓളം കിലോമീറ്റർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഏകദേശം ഒരു 15 മുതൽ 17 വരെയുള്ള മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഏകദേശം ഒരു ടോപ്പ് സ്പീഡ് ഏകദേശം 130 വരെ നമ്മൾ ഉപയോഗിച്ച് നോക്കി. അതിനുവേണ്ടി ഈ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തെങ്കിലും അതിൻ്റെ ആ ഒറിജിനാലിറ്റി അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. നമുക്ക് ഓടിച്ചു നോക്കാം. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ഇതിന്റെ ഒറിജിനൽ എഞ്ചിനും ഒറിജിനൽ ഹെഡും അതേ ക്വാളിറ്റിയിൽ നിലനിർത്തിയിരിക്കുകയാണ്. ഒറിജിനൽ ഗിയർ ബോക്സ്, ജെന്യൂൻ എഞ്ചിൻ, ജെന്യൂൻ ഹെഡ്, അതൊന്നും മാറാതെയാണ് നമ്മൾ MDFIയിലോട്ട് കൺവെർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇൻലെറ്റ് മാനിഫോൾഡ്, ഔട്ട്ലെറ്റ് മാനിഫോൾഡ്, പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ, വാട്ടർ സെൻസർ, ബാക്കി വയറിംഗ് കിറ്റ്, ECM, ക്ലസ്റ്റർ യൂണിറ്റ് അടക്കം എല്ലാം അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. ഈ മോഡലിലോട്ട് ആക്കിയെങ്കിലും ആ വണ്ടിയുടെ ആ ജെന്യൂൻ റണ്ണിങ് പവർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു ടോപ്പ് ഗിയറിൽ തന്നെ നമുക്ക് ലോ സ്പീഡ് ഒരു 15 മുതൽ 20 സ്പീഡിൽ തൊട്ട് 120 130 സ്പീഡ് വരെ വേണമെങ്കിൽ നമുക്ക് ഒറ്റ ഗിയറിൽ ലാഗ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാ ഈ മോഡൽ വണ്ടിക്ക് പണ്ടേ ഉള്ള ഒരു ക്വാളിറ്റി ആയിരുന്നു. അപ്പോൾ അതിന്റെ ആ ഒറിജിനൽ ഹെഡും എഞ്ചിനും സൈലൻസർ അടക്കം നിലനിർത്തിയതുകൊണ്ട് അത് ആ ക്വാളിറ്റി ഈ ഡ്രൈവിലും കറക്റ്റായിട്ട് അത് ഫീൽ ചെയ്യണുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് അഡ്വാൻസ് ആയിട്ട് തന്നെ ഇതിൻ്റെ ഒരു ഫലമുണ്ടായി നമ്മളെ പരീക്ഷണത്തിന്. വണ്ടി സ്റ്റാർട്ട് ചെയ്തോടാൻ പൊല്യൂഷൻ എടുത്തിട്ട് പൊല്യൂഷൻ ഇൻഷുറൻസ് പേപ്പർ എല്ലാം പക്കയാണ്. പിന്നെ ഇതിലുള്ള ഓരോ ജെന്യൂൻ ആയിട്ടുള്ള കമ്പനി സാധനങ്ങളും വർക്കിംഗ് ആണ്. റൂം ലാമ്പ് അടക്കം, റൂം ലാമ്പ്, AC, ബ്ലോവർ, ഫാൻ, ഹെഡ് ലൈറ്റ്, പാസ് ലൈറ്റ്, സ്ക്രീൻ വാഷ് എന്നൊക്കെ ഒരു കാറിൽ വർക്കിംഗ് ആവുക, ആ എല്ലാ ഫംഗ്ഷനുകളും വർക്കിംഗ് ആണ്. പാസ്, ഹസാർഡ് അടക്കം എല്ലാ പോർഷനും ആ ജെന്യൂൻ ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ നിലനിർത്തിയിട്ടുണ്ട്. ഈ വണ്ടിക്ക് സീറ്റ് ബെൽറ്റ് ഓപ്ഷൻ ഒന്നുമില്ല, സീറ്റ് ബെൽറ്റിന്റെ ആവശ്യവുമില്ല. എങ്കിലും നമ്മൾ സേഫ്റ്റി ഫീച്ചേഴ്സിന് വേണ്ടി വണ്ടി ക്വാളിറ്റിയും പവറും കൂടിയതുകൊണ്ട് സേഫ്റ്റി ഫീച്ചേഴ്സിന് വേണ്ടി സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. സസ്പെൻഷനിലെ എല്ലാ ബുഷുകളും, കംപ്ലീറ്റ് സസ്പെൻഷൻ ഭാഗങ്ങളും ആ ജെന്യൂൻ ക്വാളിറ്റിയിൽ തന്നെ ബുഷുകളൊക്കെ എല്ലാം മാറി എല്ലാം പക്കയാക്കിയിട്ടുണ്ട്. അതായത് ബ്രേക്കിന് വേണ്ടി തന്നെ ഒമിനിയുടെ വീൽ സിലിണ്ടർ, ഹെവി പിന്നെ സൈസിലുള്ള വീൽ സിലിണ്ടർ, ബ്രേക്ക് ഷൂ എല്ലാം ബാക്ക് ഫിറ്റ്മെന്റ് ആക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു നോർമൽ വണ്ടി ആയിരുന്നിട്ട് ഇത്രയും എഞ്ചിൻ പെർഫോമൻസ് കിട്ടുമ്പോൾ നമുക്ക് ബ്രേക്കിങ്ങിൽ ഒരു ഡിലേ വരാൻ പാടില്ല. അതുകൊണ്ട് ട്രാക്ക് എല്ലാം പക്കയാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒറിജിനൽ സാധനങ്ങൾ മാറ്റിയിട്ട് അതിന് ഒമിനിയുടെ ബ്രേക്കിന്റെ യൂണിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാകുമ്പോൾ അത്രയും പെർഫോമൻസ് കിട്ടും. അപ്പം ബ്രേക്കെല്ലാം നമ്മൾ ഉദ്ദേശിച്ചേക്കാളും എത്ര വേഗതയിൽ പോയാലും നമുക്ക് നിസ്സാരം സാധാരണ ഒരു വണ്ടി ഉപയോഗിക്കണം അതേ ലാഘവത്തിൽ ചവിട്ടി നിർത്താൻ പറ്റും. ഇപ്പോൾ ഇതിന്റെ മെക്കാനിക് സെക്ഷന് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം പണി കഴിഞ്ഞു, പക്കയായി. ഇനി അടുത്ത് ബാക്കി പെയിന്റിംഗ് വർക്ക്, ബാക്കി കാര്യങ്ങളുണ്ട്. പക്ഷെ അത് അടുത്ത് പിന്നീട് ബോഡി വർക്കും പെയിന്റിംഗ് വർക്കും പിന്നീട് ചെയ്യുള്ളൂ. ഇപ്പോഴാകുമ്പം ഇത് ഇത്രയും വർഷം ഒതുക്കിയിട്ടിരുന്ന ഒരു വണ്ടിയായിട്ടുണ്ട്. A to Z ഇതിന്റെ എല്ലാ ഭാഗങ്ങളും അഴിച്ച് ഒന്നേന്ന് റീസെറ്റ് ചെയ്തതാണ്. എങ്കിലേ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ ആയിട്ടുള്ള ഡ്രൈവ് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ആ മെക്കാനിക് പാർട്സിലോട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യേണ്ടി വരാത്ത രീതിയിലാണ്.
പിന്നെ നമ്മളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയിൽ ഊട്ടി പോകണമെന്നാണ് നമ്മൾ ആഗ്രഹം. അതിനുവേണ്ടി ആ ഒരു കണ്ടീഷനിലാണ് വണ്ടി പണിയിലിറക്കിയിരിക്കുന്നത്. ടൈമിംഗ് ബെൽറ്റ് അടക്കം എല്ലാ ബെൽറ്റുകളടക്കം എല്ലാം പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം എൻ്റെ ക്വാളിറ്റിയിൽ എനിക്ക് 100% പെർഫെക്റ്റ് എന്ന് തോന്നിയ രീതിയിൽ മാത്രമാണ് ഈ വണ്ടിയുടെ കംപ്ലീറ്റ് സെറ്റിങ്സുകളും ചെയ്തിട്ടുള്ളത്. നമ്മളൊരു സാധനം റീബിൽഡ് ചെയ്ത് കിടക്കുമ്പോൾ അത് എൻ്റെതായ എനിക്കൊരു ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരു മാനസിക സംതൃപ്തി കിട്ടൂല. അതുകൊണ്ട് എല്ലാം ആ ഒരു ജെന്യൂൻ ക്വാളിറ്റിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈപ്പർ അടക്കം ആ കമ്പനി വൈപ്പർ അടക്കം പുതിയ കോമ്പിനേഷൻ സ്വിച്ചിൽ സൂട്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കുക. എല്ലാ സ്പീഡുകളും വർക്കാവും. എന്തായാലും ഈ വണ്ടി പണി ചെയ്തിറക്കിയെങ്കിലും ഏകദേശം 500ഓളം കിലോമീറ്റർ ഞാനാണ് ഓടിയത്. കസ്റ്റമർ പെട്രോൾ അടിച്ചു തന്നത്. എങ്കിലും നമ്മൾ ആ ഓടി ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതിന് ശേഷം വണ്ടി കൊടുക്കാമെന്ന് വിചാരിച്ച് ഓടുകയാണ്. പിന്നെ വണ്ടി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതിൽ വളരെ ഹാപ്പിയാണ് ഞാൻ ഈ വർക്കിൽ. ദൈവം സഹായിച്ച് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അതേ ക്വാളിറ്റി തന്നെ ചെയ്യാൻ പറ്റി. വാങ്ങാൻ കിട്ടാത്ത സാധനം നമ്മൾ ലേറ്റിൽ കൊടുത്ത് അതേ ക്വാളിറ്റിയിൽ റീബിൽഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് കാണിക്കണമെന്നുണ്ട്. വെള്ളം ഇല്ല. ഇല്ലെങ്കിൽ ഞാൻ ഇതിന്റെ വൈബ്രേഷൻ ഇതൊക്കെ അറിയാൻ പറ്റും. നമുക്ക് വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് അറിയില്ല. സൈലൻസർ നോയ്സ് ആണെങ്കിലും അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ റൈസിങ്ങിന്റെ ആ ഒരു പവർ, അതായത് കാറ്റലിക് കൺവെർട്ടർ ഇല്ലാത്ത അതെ പണ്ടത്തെ ആ ഒരു സൈലൻസറിൽ ഇപ്പോഴുള്ള ഈ പുതിയ ടെക്നോളജി വന്നപ്പോൾ ആ ഒരു എയർ ഫ്ലോയുടെ ആ ഒരു ശബ്ദം തന്നെ നമുക്കൊരു സ്പോർട്സ് ഫീലിംഗ് തരുന്ന ഒരു ശബ്ദമാണ്. എന്ന് പറഞ്ഞ് ഓവർ സൗണ്ട് എന്നല്ല, എല്ലാം കമ്പനി ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത്. എന്തായാലും ഈ വണ്ടിയുടെ ഒരു സീറ്റിംഗ് പൊസിഷൻ, സ്റ്റിയറിംഗ് എല്ലാം ഒറിജിനൽ ആയതുകൊണ്ട് ഇത്രയും നല്ല നമുക്ക് റിലാക്സ് ചെയ്ത് ഫ്രീ മൈൻഡിൽ ഓട്ടിക്കാൻ പറ്റുന്ന ഒരു ഏതൊരു ബ്ലോക്കിന്റെ ഇടയിൽ കൂടെയും പെട്ടെന്ന് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്റ്റിയറിംഗ് ബാലൻസ് ആണ് ഈ വണ്ടിക്കുള്ളത്. ഞാൻ ഒരു ഏകദേശം മാരുതിയുടെ അടക്കം ഡെയിലി ഒരു 10 ടൈപ്പ് വണ്ടി ഉപയോഗിക്കുന്നതാണ്, ഡ്രൈവ് ചെയ്യണം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണതാണ് കമ്പനിയിൽ. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിയറിംഗ് റിലേറ്റിവിറ്റിയൊക്കെ ഇതിൽ അത്രയും ക്വാളിറ്റി ആയിട്ട് കിട്ടുന്നുണ്ട്. വിട്ടുപോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് വേണ്ടി ഇതിന്റെ ഫ്യൂൽ ടാങ്ക് മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഫ്യൂൽ ടാങ്ക് കാർബറേറ്റർ വണ്ടിക്ക് ടാങ്കിനകത്ത് മോട്ടോർ വരാത്ത ഒരു ഒരു വലിയ ടാങ്കാണ് വന്നത്. അതിനുവേണ്ടി നമ്മൾ പുതിയ ഫൗണ്ടേഷൻ ചെയ്ത് പുതിയ ഫിൽട്ടർ സംവിധാനങ്ങളൊക്കെ ചെയ്ത് മോട്ടറുള്ള ഫ്യൂൽ ഇഞ്ചക്ഷന്റെ ടാങ്കാണ് ഇതിൽ ഇൻബിൽട്ട് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി ഫൗണ്ടേഷനൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി അതിനുവേണ്ടി മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ആ ഫ്യൂൽ പിന്നെ MBFIക്ക് വണ്ടിക്ക് സാധാരണ അറിയാമല്ലോ, ഫ്യൂൽ ടാങ്ക് വരും. ഫ്യൂൽ ടാങ്കിനകത്താണ് വരുന്നത്. അപ്പോൾ അതിനെ മാറ്റി എങ്കിലേ കോമൺ ഡ്രെയിൻ സിസ്റ്റം വർക്ക് ആവുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഫ്യൂൽ ടാങ്ക്, ഫ്യൂൽ ഫിൽട്ടർ, അതിന്റെ ഹൈ പ്രഷർ ഹോസ് എല്ലാം എഞ്ചിനിലോട്ട് പോകണ എല്ലാം പുതിയ രീതിയിൽ തന്നെ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ സൈലൻസർ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പിത്തള സൈലൻസർ കാണുന്നത്. എനിക്ക് തോന്നുന്നു ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വണ്ടി ആയതുകൊണ്ട് പണ്ടൊക്കെ 1 വർഷം വെയിറ്റിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് ചിലപ്പം 84-ലായിരിക്കണം ഈ വണ്ടി ഇങ്ങോട്ട് ഇമ്പോർട്ടന്റ് ചെയ്തത്. ആ സമയത്തുള്ള സൈലൻസറാണ് ഇപ്പോഴും ഇതിലിരിക്കുന്നത്. ഇത് പിത്തളയാണ്. അത് വണ്ടി പണി ചെയ്തപ്പോഴാണ് ഞാനും തിരിച്ചറിഞ്ഞത് മഫ്ലറെല്ലാം പിത്തളാണെന്നുള്ള കാര്യം. അത് അന്നും ഇന്നും ഒരു കംപ്ലൈന്റും ഇല്ലാതെ അത് മെയിൻറ്റെയിൻ ആവണുണ്ട്. ഒരു ലീക്കോ ചോർച്ചയോ ഒന്നുമില്ല. ഇപ്പോൾ ഉള്ള വണ്ടികളിലൊക്കെ 5 വർഷം 10 വർഷത്തിനകത്ത് അതെല്ലാം ദ്രവിച്ചു പോകും. ഇതിപ്പോ 40 വർഷമായി. പിന്നെ ഇത് എറർ കോഡ് എന്ത് കംപ്ലൈന്റ് വന്നാലും SDT കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ SDT എന്റെ വീഡിയോയിൽ തന്നെ SDT പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഇതിൽ SDT ചെക്ക് ചെയ്യാം. എന്ത് കംപ്ലൈന്റ് വന്നാലും SDT പോർട്ട് ഇവിടെ ഉണ്ട്. തുറന്നിട്ട് സൈഡ് ക്ലിയർ ആയിട്ടിങ്. അപ്പോൾ ഓക്കെ, അതെ പിടിച്ചോണ്ട് ഞാൻ ബോണറ്റ് അടയ്ക്കാം. എന്നിട്ട് നേരെ അകത്ത് കയറിയിട്ട് ഡാഷ് ബോർഡ് നമ്മൾ വണ്ടിയുടെ സ്മൂത്ത്നെസ് കാണിക്കാൻ വേണ്ടി വണ്ടി എന്തായാലും സ്റ്റാർട്ട് ചെയ്യാണ്. വണ്ടി സ്റ്റാർട്ടിങ്ങിൽ റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
അത്രയും പക്കാ സ്മൂത്തിലാണ് ഈ വണ്ടി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ SSITയുടെ വർക്ക് പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ MED ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, വണ്ടി കസ്റ്റമർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഈ വണ്ടി ഉടനെ തന്നെ നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ഓരോ വീഡിയോകളും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ ബിഗ് സല്യൂട്ട്.